സിനിമയ്ക്കകത്തും പുറത്തും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ശ്വേതാ മേനോൻ. മലയാളത്തിനു പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും സജീവമാണ് താരം. ഇപ്പോൾ അവതാരികയായും റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും വളരെ തിരക്കിലാണ് ശ്വേതാ മേനോൻ. ഇപ്പോഴിതാ ആദ്യ വിവാഹത്തിന്റെ ഡിവോഴ്സിന് ശേഷമുണ്ടായ രസകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്വേതാ മേനോൻ. ഡിവോഴ്സ് കഴിഞ്ഞയുടനെ ഒരു ഷോയ്ക്ക് പോവാനുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് മോഹൻലാലും മുകേഷും ചേർന്ന് തനിക്കുള്ള അടുത്ത വിവാഹത്തിനുള്ള ആലോചനകൾ നോക്കിയിരുന്നുവെന്നുമാണ് ശ്വേതാ മേനോൻ പറയുന്നത്. റിലേഷൻ പൊട്ടി ഡിവോഴ്സ് ചെയ്തിട്ടാണ് താൻ US ഷോയ്ക്ക് പോകുന്നത്. ഒപ്പം വലിയ താരങ്ങളുമുണ്ട്. ലാലേട്ടനും മുകേഷ് ഏട്ടനും നമുക്കിവളെ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു. വിജയേട്ടന്റെ ഷോവിനാണ് പോകുന്നത്. മൂപ്പരുടെ നെഫ്യൂ ഡോക്ടറാണ്. പെണ്ണ് കാണൽ ചടങ്ങെല്ലാം നടന്നു. ആള് വരുന്നു, കാണുന്നു. മുകേഷ് ഏട്ടനും ലാലേട്ടനും നിൽക്കുന്നുണ്ട്. എന്താണിതെന്ന് തനിക്ക് തോന്നിപ്പോയി. ഡിവോഴ്സിൽ ഒപ്പുവെച്ച് ഇറങ്ങിയിട്ടേയുള്ളൂ താൻ. US താൻ നിൽക്കില്ല, നാട്ടിൽ അച്ഛനും അമ്മയുടെയും അടുത്തേ നിൽക്കൂ എന്നും പറഞ്ഞു. മമ്മൂക്ക കാരണവരെ പോലെയാണ്, തറവാടി കാരണവർ. ലാലേട്ടൻ ജഗ പോക. താൻ ലാലേട്ടനൊപ്പം സിനിമയോ ഷോയോ ചെയ്യുമ്പോൾ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ലാലേട്ടനോട് പറയും. 2 മണിക്കൂർ ലേറ്റാകുമെന്ന് പറയുമ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി കവറപ്പ് ചെയ്യും. ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെ പോകാനുണ്ടെങ്കിൽ ഈ സീൻ എങ്ങനെയെങ്കിലും തീർത്ത് തരുമോ എന്ന് ലാലേട്ടനോട് ചോദിക്കും. ലണ്ടനിൽ ആകാശഗോപുരം ഷൂട്ട് ചെയ്യുമ്പോൾ മൂപ്പർ തനിക്ക് വേണ്ടി എത്ര കവറപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? നമുക്ക് ശ്വേതയുടെ സീൻ ചെയ്താലോ? എന്തിനാണ് ആ കുട്ടി നിൽക്കുന്നത്, പോട്ടെ എന്ന് പറയും. മമ്മൂക്കയുടെ അടുത്ത് അങ്ങനെയല്ല, കുട്ടിത്തമുണ്ട്, പക്ഷേ അത് സീസണലാണ് എന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ശ്വേതാ മേനോൻ പറഞ്ഞത്.